ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ പില്ലോ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ മറ്റു പല ബുക്കുകൾ റെഫർ ചെയ്യുന്ന സമയത്തൊക്കെ പില്ലോ മെത്തേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാറുണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ. അതെങ്ങനെ ചെയ്യാം? അത് പല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, പല ആളുകളും എൻ്റെ വീഡിയോസ് കാണുന്നത് റിലേഷൻഷിപ്പ് പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൊല്യൂഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പില്ലോ ടെക്നിക്ക് ചെയ്യാം എന്നുള്ളത് പറയാം. വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുമായി റിലേറ്റഡ് ആയിട്ട് പില്ലോ മെത്തേഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് ബാക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പില്ലോ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, തലയണ ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തോ ഒരു ടെക്നിക്കാണ് എന്നുള്ളത്. അപ്പോൾ ഇത് രാത്രി സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. തലയണയ്ക്ക് നമ്മളൊരു കവറ് ഉണ്ടാവും അല്ലേ? ആ കവറിനുള്ളിൽ എഴുതിയിട്ടുള്ള ഒരു പേപ്പറാണ് വെക്കേണ്ടത്. എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് ആദ്യം പറയാം. ഓക്കെ, ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ നിങ്ങളുടെ പേര് ആദ്യം എഴുതുക. അതിനുശേഷം ഒരു ലവ് സിമ്പിൾ നിങ്ങൾ വരയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ വരച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പാച്ചപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേരുണ്ടാവുമല്ലോ, അത് താഴത്ത് എഴുതുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദിഷ് ലവ് കൈന എന്ന് താഴത്തെ എഴുതി എന്ന് വിചാരിക്കുക. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ എഴുതേണ്ടത് വി ആർ ഇൻ ലവ് എന്നുള്ളതാണ്. വി ആർ ഇൻ ലവ് ഇംഗ്ലീഷിലാണെങ്കിൽ. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ പേര് എഴുതി, പിന്നെ ഞാൻ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേര് എഴുതുന്നു. അതിൻ്റെ ഇടയിൽ ലവ് സിമ്പിൾ വേണം. അതിൻ്റെ താഴെ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹത്തിലാണ് എന്നുള്ളത് എഴുതിയാലും മതി. ഞങ്ങൾ സ്നേഹത്തിലാണ്, വി ആർ ഇൻ ലവ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതുക, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ എഴുതിയാൽ മതി. ഇനി ഇത് മലയാളം ഇംഗ്ലീഷോ അല്ല തമിഴായാലും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഈ ഒരു പേപ്പർ മടക്കുക, 4 5 ആയിട്ട് മടക്കാം. നിങ്ങളിഷ്ടം ഒന്ന് ജസ്റ്റ് മടക്കുക, ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ആ ഒരു തലയണ കവറിൻ്റെ ഉള്ളിലായിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങേണ്ടത്. സെയിം തലയണ തന്നെ വെക്കണം. അപ്പോൾ അങ്ങനെ കവറിനുള്ളിൽ വെച്ചതിന് ശേഷം ആ തലയണ എടുത്തിട്ട് നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആ തലയണ ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിക്കുക. ഓക്കെ, കെട്ടിപ്പിടിച്ചതിന് ശേഷം നിങ്ങൾ സ്മൈൽ ചെയ്തുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു സെൻറ്റൻസ് 33 തവണ പറയണം. സെൻറ്റൻസ് ഇതാണ്: ഞങ്ങൾ സ്നേഹത്തിലാണ്. ഞങ്ങൾ സ്നേഹത്തിലാണ്. സ്മൈൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ സ്നേഹത്തിലാണ്, ഞങ്ങൾ സ്നേഹത്തിലാണ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് ഒരു 33 ടൈംസ് നിങ്ങൾ പറയുക. 33 തവണയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ആ സ്മൈൽ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. മാക്സിമം ഫീലോട് കൂടിയിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു മൊമെൻറ്റ് ആദ്യമേ കണ്ടുപിടിക്കണം. ആ മൊമെൻറ്റ് വിഷ്വലൈസ് ചെയ്യുക. അതൊരു 2 to 3 മിനിറ്റ്സോളം വിഷ്വലൈസേഷൻ ചെയ്താൽ മതി. ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ പേര് എഴുതുന്നു, ലവ് സിമ്പിൾ എഴുതുന്നു, അവരുടെ പേര് എഴുതുന്നു, താഴത്തെ വി ആർ ഇൻ ലവ് അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹത്തിലാണ് എന്നുള്ളത് എഴുതുന്നു. അതിനുശേഷം അത് പില്ലോൻ്റെ കവറിനുള്ളിൽ വെക്കുന്നു. ആ പില്ലോ എടുക്കുന്നു. പില്ലോ എടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് 33 തവണ എന്ത് ചെയ്യുന്നു? വി ആർ ഇൻ ലവ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹത്തിലാണ് എന്നുള്ളത് പറയുന്നു. അതിനുശേഷം 2 to 3 മിനിറ്റ്സ് ഒരു മൊമെൻറ്റ് വിഷ്വൽ ചെയ്യുക. ഈ വിഷ്വൽ ചെയ്യുന്ന സമയത്താണെങ്കിലും അഫേം ചെയ്യുന്ന സമയത്താണെങ്കിലും സ്മൈൽ ചെയ്യുക എന്നുള്ളതും ഫീലിങ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുക. അതിനുശേഷം വിഷ്വലൈസേഷന് ശേഷം ഒരു 3 തവണ കൂടി വി ആർ ഇൻ ലവ് അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹത്തിലാണ് എന്നുള്ളത് 3 തവണ കൂടി പറഞ്ഞുകൊണ്ട്, അതിനുശേഷം ഒരു 3 താങ്ക്സ് കൂടി പറഞ്ഞ്, താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ തലേണ വെച്ചിട്ട് അതിൽ കിടന്നുറങ്ങുക. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ദിവസം ആ കവർ, ആ ഒരു നിങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു എഴുതി വെച്ച പേപ്പർ അവിടെ തന്നെ ഇല്ലേന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും തലേണ എടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ.
33 തവണ പറയുക. അതിനുശേഷം 2 to 3 മിനിറ്റ്സ് വിഷ്വലൈസേഷൻ ചെയ്യുക. വീണ്ടും ആ തലയിണ വെക്കുക, കിടക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 7 to 10 ഡേയ്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുക. ഇറ്റ്സ് കോൾഡ് പില്ലോ മെത്തേഡ്. ഇത് വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലും ചെയ്യാം. എക്സ്ബാക്ക് സീക്രട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 10 ഡേയ്സ് തുടർച്ചയായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഓപ്പൺ ആയിട്ട് പറയുകയാണ്. നിങ്ങൾ സ്മൈൽ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഫീൽ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേപ്പറിൽ ഇത് വ്യക്തമായിട്ട് എഴുതണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വിഷ്വൽ ചെയ്യേണ്ട മൊമെൻറ്റ് നിങ്ങൾ വിഷ്വൽ ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റ് മൊമെൻറ്റിൽ ആണ് അത് കാണേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അതിന് ശേഷം നിങ്ങളൊരു 3 തവണ നന്ദി പറയണം, താങ്ക്സ് പറയണം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കറക്റ്റ് നോട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, പില്ലോ മെത്തേഡ് നമ്മൾ ഇതിനു മുമ്പും പല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി പവർഫുള്ളാണ്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കൂടെ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്ന പല ആളുകളുടെയും ഫീഡ്ബാക്ക്, എക്സാക്റ്റ് ക്ലയൻസിൻ്റെ ഫീഡ്ബാക്സുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള ആ ഒരു കൺസൾട്ടിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടോ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ചില ആളുകൾ കറക്റ്റായിട്ട് ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോ കണ്ട് ടെക്നിക്ക് ചെയ്ത് താഴെ വന്ന് കമൻറ്റ് ചെയ്യും, സാർ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളത്. അത് നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്ലയൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ടെക്നിക്ക് ചെയ്തോ ഇല്ലയോ, നമ്മുടെ പേഴ്സണൽ മെൻറ്ററിങ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ക്ലയൻസിൻ്റെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. വിശ്വാസം വന്നതിന് ശേഷം മാത്രം നിങ്ങൾ നമ്മുടെ സർവീസ് വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുക. എന്തായാലും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആവട്ടെ, എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പില്ലോ മെത്തേഡ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.